കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങളുടെ വിസ്മയങ്ങളുമായി എടപ്പാൾ ബ്രിഡ്ജിന് താഴെ പ്രവർത്തനം തുടരുന്നു. ബ്രിഡ്ജ് ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കാഫേ, മൾട്ടി കുസിൻ ഫാമിലി റെസ്റ്റോറന്റ്, ഗോവിന്ദ ട്രേഡ് സെന്റർ, എടപ്പാൾ. ഫോൺ 9188179119. ധനസഹായം അനുവദിച്ച ഉത്തരവ് കൈമാറാൻ MLA എത്തിയത് ധനസഹായം ലഭിച്ച ഒരാഴ്ച കഴിഞ്ഞ്. മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപിച്ച ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. പൊന്നാനിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കുടുംബങ്ങൾക്കുള്ള സർക്കാർ ആശ്വാസ ധനസഹായത്തിന്റെ ഉത്തരവ് കൈമാറാൻ പി നന്ദകുമാർ MLA എത്തിയത് ഞായറാഴ്ച. എന്നാൽ ഡിസംബർ 16 തന്നെ തങ്ങൾക്ക് സർക്കാർ സഹായമായ 4 ലക്ഷം രൂപ ലഭിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ. ധനസഹായം കൈമാറുന്നത് സംബന്ധിച്ച നവംബർ 11 ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവാണ് സാമ്പത്തിക സഹായം ലഭിച്ച ഒരാഴ്ച കഴിഞ്ഞ MLA മരണപ്പെട്ടവരുടെ വീടുകളിലെത്തി കൈമാറിയത്. മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപിച്ച ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 മാസം മുമ്പ് നമ്മുടെ ജ്യേഷ്ഠന് കടലിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തഹസിൽദാറുമായിട്ടൊക്കെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേണ്ട ധനസഹായം ചെയ്തു തരാമെന്ന് തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തഹസിൽദാർ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ കലക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നമുക്ക് അനുവദിക്കുകയും ഈ മാസം 16-ാം തീയതി ആ പൈസ ഞങ്ങൾക്ക് ലഭിക്കുകയും നമ്മുടെ വൈഫിൻ്റെ പേരിൽ അക്കൗണ്ടിൽ ആ പൈസ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊന്നാനി MLA നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ വരികയും അവിടെ വന്നിട്ട് 4 ലക്ഷം രൂപേൻ്റെ ഡോക്യുമെൻ്റ് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ മുമ്പ് കിട്ടിയ പൈസ എന്നാണെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇതെന്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമാണോ? അല്ല, മറ്റേതിന് കൂടെ മനുഷ്യരുടെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. അവരുടെ കുടുംബത്തിൽ 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരാഴ്ച മുമ്പ് കിട്ടിയ പൈസ ആണ്. ഒരാഴ്ച മുമ്പ് നമുക്ക് ഈ 2 പൈസ 2 ടീമിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒരു പ്രസ്ഥാനമായ രീതിയിലുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇത് എന്തടിസ്ഥാനത്തിലാണ് MLA ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റുന്നില്ല. കാരണം ഒരു ദുഃഖത്തിൽ കിടക്കുന്ന ഈ കുടുംബങ്ങളോട് ഈ പൈസ കിട്ടുന്നതിന് മുമ്പ് എല്ലാവരും സാധാരണ അങ്ങനെ വന്നിട്ട് പെരുമാറാറ്. പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നാളെ പറ്റിക്കൊണ്ട് വാങ്ങിച്ചു എന്നൊക്കെ പറയാതെ കിട്ടിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു സർക്കുലർ തരികയും ആ പൈസ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത് രണ്ടാമതി നിങ്ങൾ അക്കൗണ്ടിൽ എടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇത് കലക്ടറുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള സംഖ്യയാണ്. ആ സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഇനി MLA ഉദ്ദേശിക്കുന്ന വേറെ ഫണ്ടാണെങ്കിൽ ആ കുടുംബം വളരെ പാവപ്പെട്ട ദയനീയമായ കുടുംബമാണ്. അവരെ സഹായിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് MLA ചെയ്തിട്ടുള്ള പരിപാടി എന്തായാൽ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 15 വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളായ മുക്കാടി സ്വദേശി ചന്തക്കാരന്റെ ഇബ്രാഹിം, തെക്കേക്കടവ് സ്വദേശി പുത്തൻപുരയിൽ മുഹമ്മദ് അലി എന്നിവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസ ധനസഹായമായി സർക്കാർ നൽകുന്ന 4 ലക്ഷം രൂപയുടെ സർക്കാർ ഉത്തരവാണ് ഇരു കുടുംബത്തിനും പി നന്ദകുമാർ MLA ഞായറാഴ്ച കൈമാറിയത്. നേരത്തെ ലഭിച്ച സഹായത്തിന് പുറമെ മറ്റ് സഹായമുണ്ടോ എന്ന സംശയത്തിൽ ബന്ധുക്കൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നേരത്തെ ലഭിച്ച സഹായത്തിന്റെ ഉത്തരവാണ് നൽകിയതെന്ന് മനസ്സിലായത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അപകടത്തിൽ മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ള ക്ഷേമനിധി ബോർഡിന്റെ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു നേരത്തെ കുടുംബങ്ങൾക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് സർക്കാർ ധനസഹായവും ലഭ്യമായത്. NCV ന്യൂസ്, പൊന്നാനി.